CSI ദക്ഷിണ കേരള മഹായിടവക വിശ്വാസ സമൂഹവും പുരോഹിതരും 2024 ജൂലൈ മാസം 7-ാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് കൂടിയ യോഗത്തിൽ അംഗീകരിച്ച് പാസാക്കുന്ന പ്രമേയം 2024 മെയ് മാസം 23-ാം തീയതി 4:30 മണി കഴിഞ്ഞ് ദക്ഷിണ കേരള മഹായിടവക ഓഫീസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരു സംഘം അക്രമികൾ കടന്നുകയറി മഹായിടവക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ ഓഫീസിൽ അക്രമം നടത്തുകയും തുടർന്ന് ബിഷപ്പ് ഹൗസിൽ കയറി ബിഷപ്പ് ഇൻ ചാർജ് റൈറ്റ് റവറൻഡ് റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയെ കയ്യേറ്റം ചെയ്യുകയും ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് ക്രമസമാധാന പാലനത്തിന് എത്തിയ മ്യൂസിയം പോലീസ് അക്രമികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ബിഷപ്പിനെ ഓഫീസിൽ നിന്ന് ഇറങ്ങണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. ഒടുവിൽ പോലീസ് നിർബന്ധിച്ച് ബിഷപ്പിനെ ഓഫീസിൽ നിന്ന് ഇറക്കിവിട്ടു. സംഭവം അറിഞ്ഞ സഭാവിശ്വാസികളുടെ വലിയൊരു കൂട്ടം എത്തിച്ചേരുകയും ബിഷപ്പിന് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു. ജനക്കൂട്ടത്തിന്റെ എണ്ണം വർദ്ധിച്ചപ്പോൾ അക്രമികൾ പിന്മാറി. ഒടുവിൽ ആക്രമിക്കാൻ വന്നവർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കേണ്ടതായി വന്നു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സംഭവ സ്ഥലത്ത് എത്തിയ തിരുവനന്തപുരം സബ് കളക്ടർ മഹായിടവക ഓഫീസും ബിഷപ്പ് ഓഫീസും പൂട്ടി സീൽ ചെയ്തു. ഓഫീസ് സീൽ ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അക്രമം നടത്തിയവർക്കെതിരെ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം ഓഫീസ് സീൽ ചെയ്ത നടപടി ഭരണതലത്തിൽ നിന്നും CSI സമൂഹത്തിന് എതിരായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കരുതുന്നു. ഈ സംഭവത്തെ യോഗം അപലപിക്കുന്നു. സർക്കാർ അധികാരികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലർക്ക് മുൻ മഹായിടവക ഭാരവാഹികളുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇതിന് പിന്നിലെന്നും കരുതുന്നു. എക്സാലോജിക് കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്നും വലിയൊരു തുക സംഭാവനയായി നൽകിയതായി SFIO അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ സംശയത്തിന് ബലമേകുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുത്തരിക്കണ്ടം വരെ നടത്താനിരുന്ന റാലി തടയുന്നതിനും ചില സർക്കാർ അധികാരികൾ മനഃപൂർവ്വം ശ്രമം നടത്തി. ജില്ലാ ഭരണകൂടം, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ തുടങ്ങിയവർ CSI ജനവിഭാഗത്തിന് എതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നത് പ്രത്യേക പ്രസ്താവ്യമാണ്. ഈ പ്രമേയത്തിലൂടെ സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ: 1. മഹായിടവക ഓഫീസ്, ബിഷപ്പ് ഓഫീസ് തുടങ്ങിയ മഹായിടവക ആസ്ഥാനം തുറന്നു തരുന്നതിനും ബിഷപ്പിനും ഔദ്യോഗിക ഭാരവാഹികൾക്കും ഓഫീസിൽ കയറി ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കുക. 2. 2024 മെയ് മാസം 23-ാം തീയതി ബിഷപ്പ് ഹൗസിൽ കയറി ബിഷപ്പിനെ ആക്രമിച്ച ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കുക. 3. ED ക്രൈംബ്രാഞ്ച് കേസുകളിൽ പ്രതിയായ കുറ്റവാളികളോടുള്ള സർക്കാർ സൗഹൃദം അവസാനിപ്പിച്ച് ആ സമീപനത്തിന് എതിരെ അവർക്ക് ആവശ്യമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടുന്ന നടപടി സർക്കാർ സ്വീകരിക്കുക. ഈ പ്രമേയം CSI ദക്ഷിണ കേരള മഹായിടവക വിശ്വാസ സമൂഹവും വൈദികരും ഐകകണ്ഠേന അംഗീകരിച്ച് പാസാക്കുന്നു. അവതാരകൻ J. വിൽഫ്രഡ് രാജ്, അനുവാദകർ ശ്രീ D. ലോറൻസ്, ഡോക്ടർ PK റോസ്ബിസ്, സുഹു K. ജേക്കബ്, അഡ്വക്കേറ്റ് സർജൻ തോമസ്, CS ജോബി, ശ്രീ സത്യ ജോസ്, ശ്രീമതി ഷീല രമണി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.